കൊച്ചി മണ്ഡലത്തിലെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായി വളരെ ശ്രദ്ധേയവും നിർണായകവുമായ ഒന്നായി മാറിയിരിക്കുകയാണ്. എല്ലാ മുന്നണികളും ഈ സീറ്റിന് ഏറെ പ്രാധാന്യത്തോടെ കാണുമ്പോൾ സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രചാരണ തന്ത്രങ്ങൾ വരെ ഓരോ നീക്കവും കൃത്യമായി കണക്കുകൂട്ടിയാണ് മുന്നോട്ട് പോകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ LDF, UDF, NDA എന്നീ മൂന്ന് മുന്നണികളും വ്യത്യസ്ത ശക്തികളുമായും വെല്ലുവിളികളുമായി രംഗത്തുണ്ട്. LDFന്റെ കാര്യത്തിൽ പ്രധാന ചർച്ചയായിരിക്കുന്നത് നിലവിലെ MLA ആയ KJ മാക്സിക്ക് മൂന്നാം തവണയും അവസരം നൽകുമോ എന്നതാണ്. പാർട്ടി എല്ലാ മാനദണ്ഡങ്ങളും മാറ്റിവെച്ച് മാക്സിയെ വീണ്ടും പരിഗണിക്കുന്നുവെങ്കിൽ അതിന് വ്യക്തമായ രാഷ്ട്രീയ കാരണമുണ്ടെന്ന് വ്യക്തമാക്കുന്നു. കൊച്ചി പോലുള്ള മണ്ഡലം LDFന് പരമ്പരാഗതമായി എളുപ്പമല്ലാത്തതിനാൽ വിജയസാധ്യത ഉറപ്പാക്കാൻ വ്യക്തിപ്രഭാവമുള്ള സ്ഥാനാർത്ഥി തന്നെ നിലനിർത്തേണ്ടതുണ്ടെന്ന് പാർട്ടി വിലയിരുത്തുന്നു. 2016 തെരഞ്ഞെടുപ്പിൽ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമായപ്പോൾ മാക്സി കൊച്ചിയിൽ വിജയിച്ചത് കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങളും അടിയൊഴുക്കുകളും CPMന് അവസരമായി. എന്നാൽ തുടർന്ന് നടന്ന രാഷ്ട്രീയ വളർച്ചയിൽ മാക്സി മണ്ഡലത്തിൽ ശക്തമായ വ്യക്തിത്വമായി മാറിയിരിക്കുന്നു. 5 വർഷത്തിനുള്ളിൽ തന്നെ ജനകീയ MLA എന്ന ഇമേജ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മണ്ഡലത്തിലെ വിവിധ വിഭാഗങ്ങളുമായി പ്രത്യേകിച്ച് ലത്തീഫ് സമുദായവുമായി അടുത്ത ബന്ധം പുലർത്തിയതും അദ്ദേഹത്തിന്റെ ശക്തിയായി മാറി. മറ്റു CPM നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി സാമൂഹിക സമുദായ ഘടകങ്ങളുമായി കൂടുതൽ ഇടപെടൽ നടത്താൻ മാക്സി പ്രത്യേകം ശ്രദ്ധിച്ചു. ഇതുവഴി ലത്തീഫ് സമുദായം ഉൾപ്പെടെയുള്ള പ്രബല വിഭാഗങ്ങളുടെ പിന്തുണ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ മൂന്നാം തവണയും അദ്ദേഹത്തെ പരിഗണിക്കുമ്പോൾ പാർട്ടി ഈ ഘട്ടങ്ങളെ പ്രധാനമായും കണക്കിലെടുക്കുന്നു. എങ്കിലും പാർട്ടിക്കുള്ളിൽ ചില അതൃപ്തികൾ ഇല്ലെന്നില്ല. മാക്സിയുടെ അടുത്ത വൃത്തങ്ങൾ പോലും ചെറിയ അസന്തോഷം ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ഇവ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനുള്ള സാധ്യത കുറവാണ്. തെരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി കണ്ട് മാക്സി തന്നെ തന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ ക്രമീകരിച്ചതും അദ്ദേഹത്തിനൊരു മുൻതൂക്കം നൽകുന്നു. ഇത്രയും ഘടകങ്ങൾ ഒത്തുചേർന്ന മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതും പാർട്ടിക്ക് എളുപ്പമല്ല എന്നതും സത്യമാണ്. UDFന്റെ കാര്യത്തിൽ കൊച്ചി മണ്ഡലം ഇത്തവണ വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം തന്നെ ഏറെ വിവാദങ്ങളും ചർച്ചകളും സൃഷ്ടിച്ചു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് സീറ്റ് നൽകണമെന്നത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രധാന തീരുമാനമായിരുന്നു. അതേസമയം KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് തുറന്നു പറഞ്ഞ സീറ്റ് ആവശ്യപ്പെട്ടതോടെ പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പം കൂടുതൽ ശക്തമായി. മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ദീപ്തിക്ക് മേയർ സ്ഥാനം ഉറപ്പു നൽകിയിരുന്നെങ്കിലും സാമുദായിക സാമവാക്യങ്ങൾ കാരണം അത് നടപ്പായില്ല. തുടർന്ന് നിയമസഭാ സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചിരുന്നു. ആയതിനാൽ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കുള്ള അവകാശവാദം ശക്തമായിരിക്കുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഹമ്മദ് ഷിയാസിന് വേണ്ടി ഉറച്ചതോടെ കാര്യങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായി നീങ്ങുന്നുവെന്നാണ് സൂചന. മുഹമ്മദ് ഷിയാസ് കോൺഗ്രസിലെ യുവ നേതാക്കളിൽ ശ്രദ്ധേയനായ ഒരാളാണ്. പ്രവർത്തനക്ഷമതയും പ്രചാരണത്തിലെ ആവേശവും അദ്ദേഹത്തിന്റെ പ്രധാന ശക്തികളാണ്. മണ്ഡലത്തിൽ ഒരു തരംഗം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ടോ എന്നതാണ് പാർട്ടി വിലയിരുത്തുന്നത്. ഇതിനോടകം തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പ്രവർത്തകർ ആവേശത്തോടെ കാത്തുനിന്നതും ഇതിന്റെ സൂചനയാണ്. എന്നിരുന്നാലും വിജയത്തിന് ശക്തമായ പ്രചാരണം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സംഘടിപ്പിക്കേണ്ടതുണ്ട്. കൊച്ചിയിലെ രാഷ്ട്രീയത്തിൽ ലത്തീഫൻ സഭയുടെ സ്വാധീനം നിർണായകമാണ്. ആയതിനാൽ ഈ സമുദായത്തിന് പിന്തുണ നേടാൻ UDF പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ശരിയായ രീതിയിൽ ഈ സമവാക്യം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ UDFന് ശക്തമായ തിരിച്ചുവരവിന് സാധ്യമാവില്ല. NDAയുടെ കാര്യത്തിൽ ഇത്തവണ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണുള്ളത്. കൊച്ചി സീറ്റ് 2020ക്ക് വിട്ടുകൊടുത്തതാണ് പ്രധാന പ്രത്യേകത. ഇതുമൂലം BJP പ്രവർത്തകരിൽ അസന്തോഷം ഉയരുന്നുണ്ട്. പാർട്ടിയുടെ സ്വന്തം സ്ഥാനാർത്ഥിക്ക് അവസരം ലഭിക്കാത്തത് പ്രതിഷേധത്തിന് കാരണമായി. കൂടാതെ താമരചിഹ്നം ഇല്ലാത്തതിനാൽ പരമ്പരാഗത BJP വോട്ടുകൾ എങ്ങോട്ടേക്ക് മാറുമെന്നതും അനിശ്ചിതത്വമാണ്. ചില വിലയിരുത്തലുകൾ പ്രകാരം ഈ വോട്ടുകൾ LDFന് അനുകൂലമായി മാറാൻ സാധ്യതയുണ്ടെന്ന് പ്രചാരണം നിലനിൽക്കുന്നു. NDAക്ക് വിജയസാധ്യത കുറവാണെങ്കിലും വോട്ട് വിഭജനം വഴി തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ അവർക്കാകും. ആയതിനാൽ മൂന്ന് മുന്നണികളുടെ പങ്ക് ചെറുതായി കാണാൻ കഴിയില്ല. മണ്ഡലത്തിന്റെ അടിസ്ഥാന രാഷ്ട്രീയ ഘടന നോക്കുമ്പോൾ കൊച്ചി എളുപ്പത്തിൽ ഒരു മുന്നണിക്കും കൈവശപ്പെടുത്താൻ കഴിയുന്ന സീറ്റ് അല്ല എന്ന് വ്യക്തമാണ്. നഗരസഭയിലെ വാർഡ് വിഭജനം തന്നെ അതിന്റെ തെളിവാണ്. LDFനും UDFനും തുല്യ ശക്തിയുള്ളപ്പോൾ NDAക്കും മറ്റുള്ളവർക്കും ചെറിയ രീതിയിലെങ്കിലും സ്വാധീനം നിലനിൽക്കുന്നു. ഇത് മത്സരം കൂടുതൽ കടുപ്പിക്കാനാകുന്നു. മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ കൊച്ചി മണ്ഡലത്തിലെ പോരാട്ടം ഇത്തവണ വ്യക്തിപ്രഭാവം, സമുദായ സമവാക്യം, സംഘടനാ ശക്തി എന്നിവയുടെ സംയോജകമായിരിക്കും. LDF മാക്സിയുടെ വ്യക്തിപ്രഭാവത്തെയും നിലവിലെ ഭരണ നേട്ടങ്ങളെയും ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. UDF പുതുമയും ആവേശവും ഉപയോഗിച്ച് തിരിച്ചുവരവ് ലക്ഷ്യമിടുന്നു. NDA നേരിട്ട് വിജയിക്കാൻ സാധ്യത കുറവായിരുന്നാലും മത്സരത്തിന്റെ ഗതി സ്വാധീനിക്കുന്ന ഘടകമായി നിലനിൽക്കുന്നു. അവസാനമായി കൊച്ചി മണ്ഡലം ഒരു ഹൈ വോൾട്ടേജ് രാഷ്ട്രീയ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഓരോ വോട്ടും നിർണായകമാകുന്ന ഈ സാഹചര്യത്തിൽ അവസാന നിമിഷം വരെ ഫലം പ്രവചിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.